എല്ലാവരും ടയർഡായിട്ട് കിടുന്നത് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്ന് ഓർമ്മ എണീറ്റപ്പോൾ വേറെ ഏതൊരു സ്ഥലങ്ങളൊന്നും നോക്കിയപ്പോൾ പുതിയ വീടാണല്ലോ എന്ന് ഓർമ്മ. പിന്നെ എന്നിട്ട് പാല് കാച്ചിരിക്കുക. എല്ലാവർക്കും വെച്ചിക്കുക. ചായ പാല് കാച്ചാണ്ട് വയ്ക്കാറില്ല ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വന്ന് ഇവിടെ അടുത്ത് തന്നെ ഹൈദരാബാദിൽ വന്ന് ഓരോന്ന് റോസ്റ്റ് അടിച്ച് പോയിട്ട് ഇനി പാല് കാച്ചണം. അത് കഴിഞ്ഞ് നമ്മുടെ പഴയ വീട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് ഞങ്ങളൊക്കെ കുളിച്ചുട്ടോ. ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്നിട്ട് നമ്മുടെ ഹൗസ് ഓണറൊക്കെ താക്കോല് കൊടുക്കും. അതെ, ജ്യൂസ് കൊണ്ടുവരും അടിച്ചിന് ജ്യൂസ് പറഞ്ഞിട്ടാ. അത് ജ്യൂസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ജ്യൂസ് അതിശന് ജ്യൂസ് ഉണ്ട്. ജ്യൂസ് കൊണ്ടുണ്ട്. ആ ജ്യൂസ് കൊണ്ടിട്ടാ. ഒരു കടി അങ്ങനെ ടയേർഡ്. ഇന്നലെ ഇവന് കുഞ്ഞു കൈ കൊണ്ട് കുറെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അവനത് കാണുമ്പോഴേ സൂപ്പർ സൂപ്പർ. നമ്മുടെ നെയ്റോസ്റ്റ് മസാലയൊക്കെ വന്നിട്ടുണ്ട്. സൂപ്പർ. ചായ കുടിക്കാണ്ട് വയറിനുള്ളിലൊരു സുഖില്ല, തലയ്ക്കും സുഖില്ല. ചായ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ഒരാളായി മാറും. തലയ്ക്ക് പണ്ടേ സുഖില്ല. സംഭവം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, വെള്ളം ഐസ് വെള്ളം കുറെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുടിച്ചു. അപ്പൊ ഇവിടെ കുഞ്ഞിന്റെ സാധനം കയറി വന്നു. അപ്പം പറയാ ഒരു ഇതില്ലേ, അതെന്താ പറയാ, സാധനങ്ങളൊക്കെ മാറ്റി ബലം പിടിച്ച് തലയൊക്കെ ഇങ്ങനെ ചൂടായിട്ട് നിൽക്കുക. അപ്പൊ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ തലയൊക്കെ മരവിക്കുക. അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് നേരെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ പുതിയ വീട്ടിലെ പാല് കാച്ചൽ നടത്താൻ പോവാണ്. അപ്പോൾ എന്നത്തെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളുടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു അവർ ന്യൂ ഹോം. ചെറിയൊരു സംഭവമായിട്ട് നമ്മൾ ചെയ്യണല്ലോ. പ്രയർ ഏരിയ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്തു. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ നമ്മളുടെ കൃഷ്ണനും ക്രിസ്തുവും മാതാവും എല്ലാ ടീമിനും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഗണപതിയും ഔസപിതാവും മാതാവും യേശു എല്ലാവരും ഉണ്ട്. നൊയമ്പുകാലാണല്ലോ. അപ്പൊ ഞങ്ങൾ നൊയമ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇവിടെ കത്തിച്ചിട്ട് ഇവിടുന്ന് നമ്മള് കത്തിച്ചിട്ടാണ് കിച്ചണില് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പാല് കൊണ്ടുപോകാം. അപ്പൊ നമ്മളാണ് ചെയ്യാറ്. ആദ്യം ആശ്രയിതമായി സംസാരിക്കുക. സമയോചിതമല്ലാത്ത ശാസനകളുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുണ്ട്. കോപം ഉള്ളിൽ വായിക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റ് പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞിരിക്കും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ടനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് രക്ഷപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തത് കൊണ്ട് മൗനം ദീക്ഷിതമാവുന്നവനുണ്ട്.
സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുണ്ട്. ദീർഘമായി സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ സാധനങ്ങളൊക്കെ ഒതുക്കി വരണമല്ലോ കേട്ടോ. അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതേപോലെ റൂമിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഒതുക്കണം. അതേപോലെ ഹോളിൽ കണ്ട വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇത് സാധനങ്ങളൊക്കെ അകത്തും ഹോളിലും ഇന്നലെ നൈറ്റ് ഞങ്ങളൊരു പുലർച്ചെ 3 മണി 4 മണിക്ക് ആയി. അപ്പോൾ ഇവിടെയും സാധനങ്ങളൊക്കെ സെറ്റാക്കി വരണമല്ലോ. അപ്പോൾ കാല് വെച്ചിട്ടുള്ളത് ഈ അടച്ചു വരണല്ലോ. ഈ ലൈറ്റ് ഇട്ടപ്പോൾ ഇവിടുത്തെ എല്ലാം വട്ടത്തില് വീണുണ്ട്. അങ്ങനെ പാല് തിളച്ചു പോണെന്നാ പറയണത് കൊണ്ട് സങ്കടാണ്. കാരണം അതൊക്കെ പിന്നെയും ക്ലീൻ ചെയ്യണല്ലോ. ചടങ്ങിന് വേണ്ടിട്ട് വട്ടത്തില് തന്നെ പോണം. ആ വട്ടത്തില് പോയിട്ടുണ്ട്. യെസ്. ഇനി ചടങ്ങ് കഴിഞ്ഞു. ഇനി വെള്ളം തിളപ്പിക്കാൻ പറ്റണം. അതെ, ചോറ് തിളപ്പിക്കാൻ വെക്കണം. ഇവിടുത്തെ വെള്ളത്തിന്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. സംഭവം മുകളിൽ ഞാൻ പോയിട്ട് ടാങ്കൊക്കെ കണ്ടായിരുന്നു. അപ്പൊ ടാങ്കൊക്കെ ക്ലീൻ ആണ്. കന്നഡ വെള്ളമാണ്. പിന്നെ നമ്മള് ജീരകം ഇടും. പിന്നെ അപ്പൂസിനും ആദീസിനും ഇതിന്ന് പറയുന്ന ഗ്ലാസ് എടുത്തിട്ട് ഞങ്ങള് ബൂസ്റ്റ് കൊടുക്കും. പായസം വെക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ നോക്കുമ്പോ ഇതിൽ എവിടെയാണ് പായസത്തിന്റെ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അവർക്ക് ബൂസ്റ്റ് കളിക്ക് കൊടുക്കും. അതിന് അവിടെ സൂക്ഷ്മമായിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിലൊരു ചായപ്പൊടി ഇട്ട് വെക്കാന്ന് വിചാരിച്ചു. അല്ലേ, നിങ്ങളുടെ ഗ്ലാസ് അപ്പൊ ചായ വെച്ചാൽ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം മാത്രം കുറച്ച് ബൂസ്റ്റ് വെച്ചിട്ട് ബാക്കി ചായ വെക്കാൻ പോണത്. ശരിക്കും ഇതുകൊണ്ട് നമ്മള് പായസം അല്ലെങ്കിൽ വെറുതെ കുടിക്കുകയാണ് ചെയ്യത്. വെറുതെ കുടിക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾക്ക് വെറുതെ അങ്ങനെ കുടിക്കുന്നത് ഇഷ്ടമുള്ള കാരണമാണ്. ഇവിടെ നമ്മള് സാധനങ്ങൾ ഇവിടെയും സെറ്റ് ചെയ്ത് വരണമല്ലോ. കട്ടിലൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് താഴെയായിട്ട് നമ്മൾ തവിട്ട് പൊട്ടി ചെയ്ത് അതിൻ്റെ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ബാഗുകള്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചാൽ കാണുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിളിവും. അപ്പൻ്റെ റൂം ഫുള്ള് വലിച്ചു വരിട്ട് ഞങ്ങൾ പുലർച്ചെ 4 മണിയായി. 4 മണിക്കൊക്കെ കിടന്നേ. അപ്പോഴും മേലൊക്കെ കുളിച്ച് സുഖമായിട്ട് കിടക്കാൻ വെച്ചിട്ട് നോക്കിയപ്പോണ്ട്. ആ അതെ. ഹാപ്പി ഹാപ്പി അടി ഹാപ്പി ഗുഡ് ബൈ ഹാപ്പി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങള് നമ്മുടെ പഴയ വീട്ടിലേക്ക് വന്നു. അതെ, എല്ലാം ഒതുക്കി അടച്ച് കൂട്ടി ക്ലീനൊക്കെ ചെയ്ത്. അതെ, അടിച്ചടിച്ചു വരെ സഹായിക്കുകയാണ്. ഹെൽപ്പിംഗ്. ഹെൽപ്പിംഗ്. അതെ, അവന് പഠിക്കരുത്. ഇന്നലെ ഫർണിച്ചറൊക്കെ മാറ്റുമ്പോ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. കുറച്ചൊന്നല്ല, പകുതി. അതായത് ആരും ഉണ്ടായിരുന്നില്ല, അരി വന്നില്ല, ഇറക്കാൻ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇറക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വിളിച്ചപ്പോ പിന്നെ നമ്മള് എന്താന്ന് അപ്പൊ അപ്പനും മോനും ഡ്രൈവർ ചേട്ടനും. അതെ, ഫർണിച്ചറിനൊക്കെ ഇത്രയും തല്ലുണ്ടെന്നുള്ളത്. അപ്പോ ഇനി ഇതൊക്കെ ഞങ്ങൾ ഒതുക്കി സെറ്റാക്കട്ടെ. പഴയ വീടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ കൊടുത്ത് ചായ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളുടെ മിനുക്കുപ്പണികളൊക്കെ നടക്കുകയാണ് ഗൈസ്. അടിച്ച് തുടച്ച് ഇത് ഇവിടുത്തെ ഇതൊക്കെ എല്ലാ റൂമുകളും കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ കിച്ചണ് മാത്രമുള്ളത് ഇവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം നമ്മളിത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ബാത്റൂമും ഒക്കെ ഓൾറെഡി ക്ലീൻ തന്നെയാണ്.
ഉണ്ടോ? എൻ്റെ മാറ്റ് എടുത്തിട്ടില്ല, മാറ്റ് എടുക്കണം. അടിപൊളിയായിട്ട് ഇനി എല്ലാവരും ഇരിക്കുന്നതൊക്കെ അതുപോലെ തന്നെ ഈ അരക്ക അഴിച്ചെടുക്കണം. പിന്നെ ഇവിടെ കിച്ചണ കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത സുഖവാസ കേന്ദ്രത്തിലേക്ക് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ആദിസിൻ്റെ ഇടയിൽ ഉറങ്ങിയിട്ട് അവനെ ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ഞാൻ പോയി ഇരുന്നാലേ ഉറങ്ങുള്ളൂ. 2 മിനിറ്റ് ഇരുന്നപ്പോൾ പുറത്തേക്കിട്ടോടാ ബാഗിൽ അവൻ സുഖമായിട്ട് കേടുന്നു. പിന്നെ നമ്മൾ കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മടിയിൽ വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ തുടച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കത് അടിപൊളിയായിട്ട് ഞാൻ എല്ലാതും ഇരിക്കുന്ന സാധനങ്ങൾ അയ്യോ ഓരോന്നിനും വരുമ്പോഴൊക്കെ കാണുന്ന ഓരോരുത്തരുടെ ബനിയനും എല്ലാതും. ഇത് ഞങ്ങൾ മേടിച്ച അലമാരിയാണ് കേട്ടോ. നമ്മുടെ അങ്ങനെ നമ്മൾ ഇവിടെ താമസിച്ചിരുന്നു. കക്കൂസിൻ്റെ റൂം. ഗായ്സ് അങ്ങനെ വീടൊക്കെ നമ്മൾ ഉള്ളൊക്കെ ക്ലീനാക്കി എല്ലാക്കി. ഇപ്പം നമ്മളെ ചാർലിക്കുട്ടനെ കുളിപ്പിക്കുകയാണ്. ചാർലിക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾ കിടന്ന് ഇവിടുന്ന് മലയിടുന്ന ഇങ്ങനെ കുറേ നേരം കിടക്കും കുളിക്കാനായിട്ട്. ഒന്നാമത് ഭയങ്കര ചൂടല്ലേ. ഇനി നമ്മുടെ ചിമ്പുക്കുട്ടൻ അവിടെ ചാച്ചുണ്ട് കേട്ടോ. അതുകൊണ്ട് ചിമ്പുവിനെയും കുളിപ്പിക്കണം. പുതിയ വീട്ടിലേക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചിമ്പും ചാർലി ആദ്യമായിട്ട് നമ്മുടെ പുതിയ വീട് കാണാൻ പോണത്. അവിടെ ചെല്ലുമ്പോഴുള്ള അവരുടെ എക്സ്പ്രഷനും ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ചാലി കുലിച്ചാലോ തുന്തിരി പെണ്ണായിട്ട് ടാറ്റ പോവാനോ. ചാലി നല്ല വേണ അവരുടെ ഷാമ്പൂന് സൂപ്പർ മണ്ണാണ് അവരുടെ ഷാമ്പു. ബേബീസിൻ്റെ പോലെ ഇതാണ് അവരുടെ ഷാമ്പു. ചാലി തുന്തിരി പെണ്ണാണോ ചാലി. നമ്മൾ ബാക്കിലാണ് കുളിപ്പിക്കാറ് അവരെ. പിന്നെ നമ്മളിപ്പോൾ പോണ കാരണം ഇവിടുന്ന് പൈപ്പ് കാറിൽ കയറ്റാലങ്ങ് മറക്കും, ബാക്കിലിട്ട് പോവില്ലേ. അതുകൊണ്ട് ഞങ്ങൾ സിഗായിട്ട് അവന് നല്ല ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ. ഈ ചിമ്പു കുളിപ്പിക്കുമ്പോൾ ഒരു കുറച്ചലാണ്. ചിമ്പുവിന് കുളിപ്പിക്കുന്നത് ഞങ്ങളുടെ അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ ചൂടുള്ളപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. ഇവൻ കണ്ണൊക്കെ അടച്ച് സെറ്റായിട്ട് ഇരുന്ന് തരും അല്ലേ ചാലിക്കുട്ടാ. ഞങ്ങൾ വന്ന വഴിക്ക് ഇവർക്ക് പാലൊക്കെ കൊടുത്തു. ഒരു പാക്കറ്റ് പാല് രണ്ടാൾക്കും കൂടി കൊടുത്തു. രണ്ടാളും കുച്ചു കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചിമ്പു കുട്ടനെ കുളിപ്പിക്കാൻ നല്ല ചൂടായതുകൊണ്ട് ചിമ്പു സുഖമായിട്ട് മിണ്ടാണ്ടിരിക്കുന്നത് കുളിക്കാൻ. ചിമ്പുക്കുട്ടനെ അപ്പ കുളിപ്പിക്കാനോ. ചിമ്പുക്കുട്ടനെ സുന്തിരി പെണ്ണിനെ ചുന്തിരിയാക്കിയിട്ട് ടാറ്റ കൊണ്ടുപോകാനാണോ. പുതിയ വീട്ടിച്ചി ചിമ്പുനെ. ഗുഡ് ബോയ് ആണ് ചിമ്പു പുതിയ വീട്ടിച്ച് ടാറ്റ പോവാനേ. നോയമ്പാ കാര്യം മറന്നാ പോയിട്ട് കഞ്ഞി കുടിക്കാം. ചീമ്പുരം ഗുറ്റുബോയായിട്ട് നിന്ന് കുളിക്കുമ്പോൾ ഒന്ന് കരയാണ്ട് ഗുറ്റുബോയായിട്ട് നിന്ന് അവനറിയാൻ ടാറ്റ പോവാൻ. ലാറ്റിമ്പ അമ്മയുടെ മൂത്തുമണ്ണിയെ
അവിടെ ചക്കര പെണ്ണെ ലോക്കറ്റ് എവിടെയാ ചുണ്ടിരി പെണ്ണായാടി ടാറ്റ പോകാറ്റ പുതിയ വീട്ടിച്ചി നമ്മുടെ പുതിയ വീട്ടിച്ചി അങ്ങനെ നമ്മളെ ചിമ്പുകൂട്ടനെ ചാലിക്കൂട്ടനെ ടാറ്റ പോണെന്ന് നോക്കിയിരിക്കും ചിമ്പ് 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 ഏത് ഈ സ്ഥലം എന്ന് അന്വേഷിക്കതേ ചാർലിക്കുട്ടൻ ഇവിടെ ചാലി രണ്ടുപേര് ഗുഡ് ബോയ്കളായിട്ട് ഇരിക്കുന്നുണ്ട് പുതിയ വീട്ടിലേക്ക് വെൽക്കം ചിമ്പുക്കുട്ടൻ പുതിയ വീട് കണ്ടിട്ടുള്ള അവന്റെ അംഗങ്ങള് കാണിച്ചുതരാൻ കഴിയും നമ്മള് സാധനങ്ങളൊക്കെ ഒതുക്കി പടക്കുന്നുള്ളോട്ടാ ഞങ്ങള് പറഞ്ഞില്ലേ ചിമ്പുവിന്റെ പുതിയ വീടാ ചിമ്പു എല്ലായിടത്തും പോയി നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കും ചാർലി അവിടെ ചാലി അതില് വരുന്നുണ്ട് ചിമ്പുവിന് ചാലി അമ്പോ ചാലി കം ചാലി കം അവിടെ തവണ ഒരാള് മാസാണ് നമ്മള് കൊണ്ടോണ്ട മാസാണെങ്കിൽ ചാലി ഓ സന്തോഷം ചാലി നമ്മുടെ കുട്ടന്മാരെ സന്തോഷം നോക്ക് പുതിയ വീഡിയോ കണ്ടിട്ട് ചാലി മണ്ണം പിടിക്കണല്ലേ ചുറ്റും അന്വേഷിച്ച് നടക്കണേ ചാർലി എവിടെ വന്നേ ഫസ്റ്റ് ഡേ നമ്മളുടെ പുതിയ വീട്ടിലെ ഒരു മോർണിംഗ് ആണ്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി കിടന്നപ്പോൾ ഒക്കെ ഇതായതുകൊണ്ട് പിന്നെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം. ദേ നമ്മുടെ ചാർലി ആദീസൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ വീട്ടിലെ ആദ്യത്തെ ഗസ്റ്റാണ് കേട്ടോ ഗൈസ്. ആദ്യത്തെ ഗസ്റ്റ് ആദ്യത്തെ ചായ. ഞങ്ങൾ രണ്ടും ടീ ലവേഴ്സാണ്. മൂന്നും വിച്ചും ഞാനും. ഞാൻ കുറച്ച് കൂടുതൽ എൻ്റെ താഴെ തകാവും പിന്നെ വിച്ചു. അപ്പോൾ നമ്മളുടെ വീട്ടിലെ ആദ്യത്തെ ഗസ്റ്റാണ്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഭയങ്കര പറഞ്ഞ സഖാവിനെ പറ്റി പറയും. സഖാവിനെ ആദ്യമായിട്ട് കണ്ടേ, പക്ഷെ ജന്മജന്മാന്തരങ്ങളായി പരിചയമുള്ള ആൾക്കാരെ പോലെ ഇരുന്ന് ഞങ്ങൾ അപ്പോൾ എന്താ പറയുക പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് ഇവിടുത്തെ. പിന്നെ അപ്പൂസ് എണീറ്റ് എക്സാമിന് റെഡി ആയിട്ടുള്ള ഒരു ഹായ് പറഞ്ഞു നമ്മുടെ ചാനലിൽ. നിങ്ങൾ പറയുന്നത് മറ്റേ സാധനം കേട്ടോ, ഒരു സാധനം പറയൂ. ലാൽ സലാം സഖാവേ. അപ്പൊ സഖാവിനും പാർട്ടിക്കും എല്ലാവിധ ഭാവുകങ്ങളും. അപ്പൊ നമ്മുടെ ചാനല് താടിയും പൊട്ടിനും എന്താ പറയാ ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുക്ക്. യെസ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ വ്ളോഗാണ് ഈ വീട്ടിൽ വന്നിട്ട്. നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് ആണ്, ആദ്യത്തെ മോർണിംഗ് ആണ്, ആദ്യത്തെ കപ്പ് ടീ ആണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി വീട് മൊത്തത്തിൽ കാണിക്കുന്നില്ല, കാരണം ഹോം ടൂർ കാണിക്കണതാണ്. ഇനി പതുക്കെ ഒതുക്കി പിടിച്ചൊക്കെ വരണം. വിച്ചു ഓഫീസിൽ പോവും, അപ്പൂസ് എക്സാമിന് പോവും, ആദ്യം സ്കൂളിൽ പോവും അല്ലേ? ഇങ്ങനത്തെ ക്യാമറകളൊക്കെ ഉണ്ട്. സെൽഫി ക്യാമറ. അപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് ബോഡി കാണിക്കാണ്ട് ഓടണം. ബോഡി കാണിക്കാൻ മടിയ. അപ്പോ ഇവിടെ പഠിച്ചോണ്ടിരുന്ന അവൻ നേരത്തെ കണ്ടിട്ട് അവന് പരിചയ കാരണം പഠിച്ച് സെറ്റാവാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഞാനും ആദ്യം പോവും ഇപ്പൊ അല്ലേ അടിച്ചോണ്ടിരിക്കണേ. ബൂസ്റ്റാണോ? യെസ് യെസ് ഓക്കെ. അല്ല ചാലിയപ്പ നടക്കണ്ട്. ചൂടുണ്ടാ
അയ്യോ ചൂടുണ്ട്. അപ്പൊ ഗൈസ് ദേ ഞാൻ ഓഫീസിലേക്കൊക്കെ പോവാൻ നിക്കാണ്. അതെ, അപ്പോഴേക്കുള്ള ചോറും കറിയും ചായയും ഒക്കെ സെറ്റ് ചെയ്ത് കാണും. ആദ്യം ഞാനും സ്കൂളിലേക്കും ഓഫീസിലേക്കായിട്ട് പോകും കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ അപ്പുതിന് പിന്നെ പരീക്ഷ ഉച്ചയ്ക്ക്. കാരണം പിന്നെ വീട്ടിലെ വ്ളോഗുകളിലെ തുടക്കമാണ് നമ്മുടെ പാലുകാച്ചൽ വീഡിയോട് കൂടി സ്റ്റാർട്ടായി ഇവിടെ. അതെ, നമ്മുടെ പാലുകാച്ചലും ഇന്നലെ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം പിന്നെ ഒതുക്കലും പിടിക്കലൊക്കെ ആയിരുന്നു ഇവിടെ. ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് സാധനങ്ങൾ കൂടി ബാക്കി അങ്ങനെയൊക്കെ ഒതുക്കാണ്ട്, പിന്നെ ഡ്രസ്സുകളൊക്കെ ഒതുക്കാണ്ട്, ബാക്കിയൊക്കെ ഒരുവിധം സെറ്റ് അവിടെ പോട്ടെ. ശനി ഞായറും ഇല്ല. അതന്നെ ശനി ഞായറും ഇല്ല. ഇനി നിങ്ങള് കാണാൻ പോകുന്ന വ്ളോഗും ഷോർട്സും റീൽസും ഒക്കെ ഈ വീടും ഈ പരിസരവും ഒക്കെ ആയിട്ട് തന്നെയാണ്. നല്ല കിടിലൻ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അപ്പൂസൊക്കെ ആയിട്ട് ഒരു വ്ളോഗ് പറഞ്ഞു തന്നെ തുടങ്ങണം. അപ്പൂസായിട്ട് ഇപ്പൊ എണീറ്റ് വഴിക്കാവുമ്പോ അവിടെ പഠിക്കായിരുന്നു. അപ്പൊ അത് നമ്മൾ തന്നെ ചെയ്ത് പാലുകാച്ചലിന്റെ വിശേഷങ്ങളും ഒപ്പം നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് ഒക്കെയാണ്. പിന്നെന്താ പറയാ, ആസ് യൂഷ്വൽ നമ്മള് എണീറ്റു, പാട്ട് വെച്ചു, ഡിവോഷണൽ സോങ്സ് വെച്ചു, പിന്നെന്താ പറയാ നമ്മുടെ ചായ വെച്ചു. 2 ദിവസമായിട്ടേ വെള്ളിയാഴ്ച തൊട്ട് ഓരോന്ന് നെറ്റ് കണക്ട് ചെയ്യല്, നെറ്റിന്റെ ആൾക്കാർ വരല്, എസിന്റെ ആൾക്കാർ വരല്, വാഷിംഗ് മെഷീന്റെ എല്ലാതും അങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ശരിക്കും ഞായറാഴ്ച റെഡിയായി. ചിമ്പു വന്നിട്ട് പരക്കം പാഞ്ഞ് ഓടണം അല്ലേ? മൊത്തം തപ്പലായിരുന്നു ആള്. അതെ, വീടിന്റെ അകത്ത് നല്ലുണ്ട്, മുകളിൽ നല്ലുണ്ട്, ബാൽക്കണി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാൻ കഴിയും. ഭാഗ്യത്തിനാട്ടാ, എന്തോ ഭാഗ്യത്തിനാട്ടാ ഈ ഏരിയയിൽ തന്നെ ഇങ്ങനെ വീട് കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആദ്യം ഇവിടെ അടുത്തല്ലേ നമ്മുടെ ചാങ്ങോട്ടാണ് ആ സൈഡ്. അപ്പൊ അങ്ങനെ എങ്ങനെ വീട് കിട്ടിയിട്ട് ഇവിടെ ഈ ഏരിയയിൽ തന്നെ കിട്ടി. നമുക്ക് ഈ ഏരിയയിലുള്ളവരെല്ലാവരും നമുക്ക് അറിയാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ട മറ്റേ സിജു ബ്രോ ഇവിടെ തന്നെയാണ്. നമ്മുടെ വീടിന്റെ 2 വീട് നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഞാൻ ആ സമയത്ത് സഖാവിന് ഫോൺ വന്ന കാരണം ഞങ്ങളിവിടെ വീട് മാറി വരുമ്പോഴേ സഖാവ് അവിടെ പള്ളിയിലോട്ടിരിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണണ്ടേ. പക്ഷെ ഞാൻ വീട്ടോട് പറയും നമ്മള് എത്രയോ കാലങ്ങളായിട്ട് പരിചയം പോലെയാണ് സഖാവിനെ കണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലൊക്കെ ആളോട് മീൻസ് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനുള്ളൊരു മൈൻഡുള്ള ആൾ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ ചേട്ടന്മാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ എന്ത് കാര്യത്തിനൊക്കെ വരുന്ന പോലെ ഇവിടെ അങ്ങനത്തെ ഒരാളാണ്. ഇവിടുത്തെ പാർട്ടിയുടെ ആളാണ്. ഇങ്ങനെ സവകാവിനും കൂട്ടുകാർക്കും പാർട്ടിയിലുള്ളവർക്കും ഒക്കെ ഞങ്ങളുടെ വക ഒരു ബിഗ് ഹായ്. അവിടെ നോക്കുക, അവിടെ തങ്കും കാലത്തോട്ട് അപ്പൊ ഞങ്ങള് വീട് കാര്യമായിട്ട് കാണിക്കാത്തത് ഹോം ടൂറിൽ എല്ലാതും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണിക്കാൻ വേണ്ടിയാട്ടാ. അല്ലെങ്കിൽ അതിൽ സർപ്രൈസ് ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് ഇത് കാര്യങ്ങൾ ഇനിയിപ്പോ അപ്പോഴേക്കും ഹോം ടൂർ ഒക്കെ എടുക്കാറാകുമ്പോ ഒതുക്കിയൊക്കെ സെറ്റ് ആവും. ഫസ്റ്റ് ഡേ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് പുതിയ വീട്ടില് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഞങ്ങള് ദോശ ഞാൻ ഉണ്ടാക്കാണ്. വിച്ചൊക്കെ ഓഫീസിലേക്ക് പോകാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പൂസ് പഠിക്കുകയാണ്. പിന്നെ നോയമ്പായതുകൊണ്ട് പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോറ് ദേ ആക്കണം. ഇനി പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സൊക്കെ ആക്കി സെറ്റാക്കണം. ഞാൻ നെയ്യ് റോസ്റ്റാണ് ഉണ്ടാക്കണത്. നെയ്യൊക്കെ വെച്ചു. കാരണം തേങ്ങ പൊതിച്ച് ചരികൊക്കെ ചെയ്യണം. അപ്പോൾ പൊതിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ സമയം കുറേ പോകും. അപ്പോൾ ഞാൻ നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കുക. ആദ്യം അല്ലെങ്കിലും നെയ്യ് റോസ്റ്റ് തന്നെയാണ് ഇഷ്ടം. ഇതേ ഞാനൊരു നെയ്യ് റോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് വീട്ടിലെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അത് നെയ്യ് റോസ്റ്റാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ദോശയല്ലേ? നെയ്യ് റോസ്റ്റ്. എന്നാ ഈ ഒരു 2-3 ദിവസം ഈ ഒരു ആഴ്ചയും കൂടി സെറ്റ് ആവാൻ വേണം. നല്ല കാര്യമല്ലോ. നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ ഡ്രസ്സുകൾ തന്നെ അതിന് ഏതിലൊക്കെയാണെന്ന് വെക്കണം. ഇവർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ചെയ്ത കാര്യമല്ലോ. അപ്പൊ അത് കാരണം
എല്ലാവരും കഴിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അധികം അല്ലെങ്കിൽ നെയ്റോസ്റ്റ് കഴിക്കാം. ആദ്യം ചെറിയ മടിയുണ്ട്, ആദ്യം വരുന്നില്ല, ഡ്രസ് മാറാൻ വരുന്നില്ല, സ്കൂളിലേക്ക് പോകാനുള്ള മനസ്സിലായി ഒരു മടി. 2 ദിവസം മുടക്കിട്ട് കഴിഞ്ഞാൽ അവസ്ഥയത് ഫുള്ള് ആള് നൈസ് മടിയായി. ആള് 2 ദിവസം കൂടെ എൻജോയ് ചെയ്ത് കളിച്ച് ചിരിച്ച് അങ്ങോട്ട് കാറില് ഇങ്ങോട്ട് കാറില് വീട് മാറി കഴിഞ്ഞ സ്കൂളിൽ കൊണ്ടുവന്നു. ഇനിയാണ് കളി. സ്കൂൾ എന്ന് പറയണ അവിടെ ഓളി എന്നുള്ള വാക്ക് പറയുന്നത്. അടിച്ചേ വാ വാടാ ഡ്രസ് മാറി വാ വായോ. ഹോളിയുടെ അവൻ ഡ്രസ് ഒന്നുമില്ലാണ്ട് ഇരിക്കണേ കോളി കഴിഞ്ഞ് വന്നിട്ട്. അതെ, അപ്പൊ ഗായ്സ് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിഷയം കാണിച്ചു തരാം. അതെ, അമ്പോ കോമ്പിനേഷൻ ഉണ്ടാക്കണം നല്ല ചേട്ടനെ പോലെ. അപ്പൊ ഗായ്സ് അപ്പൊ ഇനി ആദ്യം ഒന്ന് ഡ്രസ് മാറിക്കട്ടെ. ഞാൻ പാത്രങ്ങളിലൊക്കെ ഫുഡ് ആക്കലും അപ്പോൾ പൊന്നുവിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഞാൻ അപ്പോഴേക്കും ഡ്രസ് മാറ്റി സെറ്റാക്കട്ടെ. ഒരു കരച്ചിലും ബഹളമൊക്കെ കേൾക്കാൻ കഴിയും.